അയ്യോ 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 ആണല്ലോ ദൈവമേ 15 കിലോ ഉള്ള മീൻ വരെ 15 കിലോ ഉള്ള. അയ്യോ അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ റെക്കോർഡാണ് ഗൈസ്. ഒന്നുമില്ല കടിക്കും. ഒന്നും ചെയ്യില്ല കണ്ടോ എന്റെ കയ്യിലും കുറച്ച് പേര് കഴിക്കുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞു എന്റെ കയ്യിൽ പോകണം. അയ്യോ എന്നെ പോകാൻ കടിക്കോ. ആ പൊക്ക 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 എന്നെ ഇഷ്ടമായത് രാജാവിനെ വിട്ട് പോകണ്ടെന്നാണ് പറയുന്നത്. ചാക്ക് വന്നോലോ. അപ്പം നമ്മളിപ്പോൾ അത് കണ്ടോ സ്വർഗം കണ്ടോ. സ്വർഗത്തിന്റെ ജീ തന്നെ മീൻ ചാടുന്നതാണ്. അപ്പൊ അതിന്റെ അർത്ഥം മീനാണ്. മീൻ പിടിക്കാൻ നമ്മൾ ഇന്ന് ഫിഷിംഗ് വീഡിയോ ആണ് ഗൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സ്വർഗം ഫിഷ് ലാൻഡിലാണ് ഗൈസ്. അപ്പം നമ്മുടെ ചുള്ളിയോട് റോഡ് കണ്ടോ സ്വർഗം ഫിഷിംഗ് പാർക്കിംഗ് അവിടെ. അപ്പോൾ ഇത് പുതിയ എൻട്രൻസ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ നമ്മുടെ ചുള്ളിയോട് റോഡ് നമ്മൾ അമ്മായിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഈ ലൊക്കേഷൻ വരുന്നത്. നമ്മുടെ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് കേട്ടോ. അപ്പം ഇവിടെയാണ് നമ്മുടെ സ്വർഗം ഫിഷ് ലാൻഡ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ 3-5 പ്രാവശ്യമൊക്കെ വന്നിട്ട് നമ്മൾ ഫിഷിംഗ് ഒക്കെ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് നമുക്ക് യൂട്യൂബ് ചാനലും കാണുന്നില്ല. ഒരു വർഷം മുമ്പ് അത് നമുക്ക് യൂട്യൂബ് ചാനലൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ല. നമ്മൾ മീൻ പിടിച്ച ഫോട്ടോയും കാര്യങ്ങളൊക്കെ കയ്യിലുണ്ട് കേട്ടോ. അപ്പൊ നമ്മളിത് ഫിഷിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇവിടെ ഒരുപാട് കുളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ ഇവർ മീൻ വളർത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ വന്ന് നമുക്ക് മീൻ പിടിക്കാം. അപ്പൊ നമ്മുടെ കിലോ അനുസരിച്ച് എന്ത് ചെയ്യാം, നമുക്ക് വേണേൽ വാങ്ങിക്കൊണ്ട് പോവുകയും ചെയ്യാം. നമ്മൾ പിടിക്കുന്ന മീൻ നമ്മൾ വാങ്ങണം. അതിന്റെ കിലോ അനുസരിച്ചാണ് റേറ്റ്. യെസ്. അപ്പം അപ്പൊ നമുക്ക് ഉള്ളിലേക്ക് പോവാം. അപ്പൊ ഞാനിവിടെ തന്നെ നിന്ന് കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് കേട്ടോ. നമുക്ക് അതെ നമ്മൾ മോർണിംഗ് ഓക്കെ. കേട്ടോ അപ്പൊ നമ്മൾ അന്ന് വരുമ്പോ ഇത്രയും ഒരു പുരോഗമനം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പൊ ഇവിടെ നല്ല രസത്തിലാക്കിയിട്ടുണ്ട്. ചെങ്ങാടം ഉണ്ടാവും ഗായ്സ് നടുക്ക് തന്നെ. അപ്പൊ ആ ചെങ്ങാടത്ത് തൂങ്ങിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മീൻ പിടിക്കാൻ വേണ്ടി നമ്മൾ പോകുന്നത് അല്ലേ പറ്റാ. ഓ അങ്ങനെ ഫുൾ ഔട്ട്ഫിറ്റ്. ഓ വലിയ ആളെ സ്കേർട്സ് ഒക്കെ ഇട്ടിട്ട് വേണോ. ഓ നമ്മുടെ അവരെന്നെ പറയാൻ വേണ്ട, സ്കേർട്സിന്റെ കളർ കാണുന്നു പോലില്ല. ഞാൻ വരുന്നത് ഷോർട്സ്. ഐ ലൈക്ക് ഷോർട്സ് വെരി മച്ച് ഗൈസ്. പറയട്ടെ നമ്മളന്ന് വരുമ്പോ ഊഞ്ഞാലാടുന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അവിടെ ഇത് എടാ അവരൊക്കെ ഉണ്ടല്ലോ. ഇതുണ്ടോ ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ ഇരിക്കുക മീൻ പിടിക്കാൻ വേണ്ടിട്ട്. വെള്ള കനങ്ങുന്ന കണ്ടാ അറിയാം മീന്. അപ്പൊ ഇത് നമ്മൾ ചൂണ്ട എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചൂണ്ട തിരിച്ചേൽപ്പിക്കേണ്ടതാണ്. നമുക്ക് ഇവിടെ നിന്ന് ചൂണ്ട എടുക്കാം, ഫുഡും എടുക്കാം. പക്ഷെ ചൂണ്ട നമ്മൾ അവർ തിരിച്ചേൽപ്പിക്കണം. പിന്നെ ചൂണ്ട ഇടാൻ വരുന്നവരുടെ കൂടെയുള്ള കുട്ടികളെ നിർബന്ധമായി സൂക്ഷിക്കുക. നമ്മളല്ല പൊട്ടനെ നമ്മൾ പിള്ളേരെ കൊണ്ടുവന്നോ, അവർ നമ്മളെ കൊണ്ടുവന്നല്ലാണ്. അപ്പം മൊബൈലും മറ്റുള്ള വസ്തുക്കളും കുളത്തിൽ വിടാതെ സൂക്ഷിക്കുക. ഓക്കെ. പിടിച്ച മീനെ തിരിച്ചു കുളത്തിൽ വിടാൻ അനുവദിക്കുന്നതല്ല, ഫൈൻ ഈടാക്കുന്നതാണ്. അതായത് ഇപ്പോൾ നമ്മളൊരു 10 കിലോളം മീനെ പിടിച്ചു, കയ്യിൽ പൈസ ഇല്ലാന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. പിടിച്ച മീനെ നമ്മൾ തിരിച്ചു കൊണ്ടുപോയേ പറ്റുള്ളൂ. ചത്തു പോയിട്ട് പിന്നെ ഇവർക്ക് നഷ്ടമല്ലേ ഗൈസ്. അപ്പൊ നമുക്ക് വെള്ളത്തിൽ കൂടി ഓടിക്കുന്ന അപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ആൽവിൻ ചേട്ടന്റെ കൂടത്തിലാണ്. അപ്പൊ നമ്മൾ കുറെ നാളായിരുന്നു ഇവിടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ നമ്മുടെ കടലമ്മേനെ പാടാണ് ഇത് കൊളയമ്മയാണ് ഇവിടെ. കാലിനെ ഇപ്പൊ ക്യാമറ തട്ടി തെറിപ്പിക്കും.
ചേച്ചി ക്യാമറ പോയ എനിത്തിങ് ആർക്കോ പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ. എടാ നമ്മൾ അന്ന് വന്ന എൻട്രൻസ് കണ്ടിട്ട് അതിലൂടെ ആയിരുന്നു കേട്ടോ. യെസ് ഗൈസ് അത് തന്നെ അല്ലേ? ഇങ്ങോട്ട് വരെ. അയ്യോ അയ്യോ ഇത് വെള്ളത്തിലാണ് നമ്മുടെ ഈ എന്താ പറയാ സംഭവം വന്നിട്ട് നമുക്ക് ചായ കുടിച്ച് ചില്ലിങ് വൈബാക്കാൻ പറ്റും. നമുക്ക് ഇവിടെ ഇരിക്കാം. നമ്മുടെ വാവാതി ഇത് അവിടെ ഷോ ഇട്ടുകൊണ്ട് നിൽക്കുകയാണ്. എവിടെ പോയി അതിനെ കാണുന്നില്ല ഗൈസ്. ഇരുട്ടായതുകൊണ്ടാണ് ഗൈസ്, നിങ്ങളൊന്നും വിചാരിക്കരുത്. ഓ കാണുന്നില്ല, പല്ല് മാത്രമുണ്ട്. ഇവിടെ പങ്കൻ മോശ സീനാണ് കറക്റ്റ് ആയിട്ട്. അതെ, വീഡിയോ ഒക്കെ എടുക്കണമെങ്കിൽ കറക്റ്റ് ക്ലിയർ കിട്ടാം. രാത്രിയിലാണ് ഫിഷുകളെല്ലാം വരുന്നത് അല്ലേ? പിന്നെ അല്ല ഒന്നും ഉറക്കമില്ല ഗൈസ്. ചില്ലിങ് വൈബാക്കാൻ വേണ്ടി രാത്രിക്ക് വരും. അപ്പൊ നമ്മൾ പിടിച്ചോണ്ട് പോകും. ഇല്ല ഗൈസ്. യെസ് യെസ് ഗൈസ്. ഇവിടെ തന്നെ ഐസ്ക്രീമും ചായ കൂട്ടിയാട്ടോ. ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്ന സ്ഥലം അവിടെ നമുക്ക് അമ്മ ഇപ്പം വീണാനെ ശരിക്കും ഞാൻ ചൂണ്ടയിടുന്നാല്. ഇവിടുത്തെ മെയിൻ സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. മിന്നൽവളയോ? മിന്നൽവള അതല്ലേ അവിടെ കുറച്ച് കാണാനുണ്ട്. क्या सुनना है मुझको पता है സ്റ്റേജ് ഒക്കെ ഉണ്ട്. നമുക്കാണ് ഇവിടെ രണ്ട് ഐസ് ചില്ലിങ് കാണുന്നില്ല. ആ ചില്ലിങ് വൈബാ. ഇപ്പൊ വീഴും ചെയ്തേനെ. ആ ആ അങ്ങനെയല്ല വരേണ്ടത്. അയ്യയ്യേ വരാൻ അറിയത്തില്ല. അവരെ കൊണ്ടുവാ. അയ്യോ ഇപ്പൊ ചാക്ക് വന്നോലോ. അങ്ങനെയല്ല, ഇത് പിടിക്കും ഞാൻ കാണിച്ചു തരാം. മാറി മാറി. ഓ പിന്നെ പിന്നെ അത്രയൊന്നുമില്ല, അത്രയൊന്നുമില്ലേ. വാ 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 വാ. യെസ്, ആ അതെ അതെ സത്യമായിട്ടും റാംബാക്കാണ്. നമ്മളവിടെ കണ്ടില്ലല്ലോ. ശരിയാ പറയാം. ഈ സ്വർഗം ഫിഷ് ലാൻഡിനെ പറ്റി രണ്ട് വാക്കുകൾ. സ്വർഗം ഫിഷ് ലാൻഡ് എന്താണ്? ഇത് എത്ര നാളായി തുടങ്ങിയിട്ട്? ഇത് 8 വർഷമായി തുടങ്ങിയിട്ട്. 8 വർഷമായി തുടങ്ങിയിട്ട്. അപ്പൊ ഇവിടെ മോസ്റ്റ് ആയിട്ട് എത്ര കുളങ്ങളുണ്ട്? 3 കുളങ്ങളാണ്. ഇതൊരു കുളം ഗൈസ്. പിന്നെ അടുത്ത കുളം ഇവിടെ നമ്മള് വന്ന വഴിക്ക് അവിടെ ഒരു കുളം. അപ്പൊ ഇത് എന്തൊക്കെ മീനുകളുള്ളത്? ഇതില് കട്ട്ല, ചെമ്പല്ലി, കാർപ്പ്, റോഹ്, പിന്നെ നെട്ടർ, വാള, ഗിഫ്റ്റ് തിലാപ്പിയ, നാടൻ മത്സ്യങ്ങള്. അപ്പൊ ഫ്രഷ് മീനെ അല്ല പെട്ടക്കുന്നവനെ പിടിച്ചോണ്ട് പോയിട്ട് നമുക്ക് അതേപോലെ ഫ്രഷ് ആയിട്ട് കഴിക്കാം. അതെ, അത്രേ ഉള്ളൂ. പിന്നെ പിന്നെന്താ ചോദിക്കാ, ഇവിടെ മോസ്റ്റ് ആയിട്ട് എത്ര കിലോ ഉള്ള മീനാ പിടിച്ചിട്ടുള്ളത്? 15 കിലോ ഉള്ള മീൻ വരെ. 15 കിലോ ഉള്ള. അയ്യോ അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ റെക്കോർഡാണ് ഗൈസ്. പിന്നെ നമ്മളാരാ മോസ്റ്റ് മീൻ പിടുത്തർ. അപ്പൊ ഇവിടെ നമ്മൾ അന്ന് വരുമ്പോ ഇത്രയൊന്നും കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പം ഇവിടെ എന്തൊക്കെ പുതുതായിട്ട് എന്തൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്? പുതുതായിട്ട് നമ്മള് ബേർഡ് പാർക്ക് ഉണ്ട്. പിന്നെ ഇപ്പുറത്ത് അതാ അവിടെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. നമ്മൾ അവിടെ പോയിട്ട് കാണിക്കാം. ഐസ്ക്രീമും പോപ്കോൺ ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നൈറ്റ് ആണ് ഇവിടെ വൈബ് അല്ലേ? നൈറ്റ് ആണ് ഇവിടെ വൈബ് നമുക്ക്. പിന്നെ മോർണിംഗിൽ വരുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി തെളിഞ്ഞ് കാണാമല്ലോ അല്ലേ? നമുക്ക് നമ്മുടെ മെയിൻ സ്പോട്ടിലേക്ക് പോവാം ഗൈസ്. അതെ അതെ മഴയൊക്കെ പെയ്തു ഗൈസ്. അതാണ് വൈബ്. താറാവാണോ? ആ താറാവല്ലേ? താറാവ് കുഞ്ഞ്
അന്ന് വരുമ്പോ കുളത്തിൽ വീണിട്ട് കിടന്നിട്ട് ഇങ്ങനെ ചിറകടിക്കുന്നുണ്ട് അതല്ലേ മാമനാണ്. മീന്റെ വാങ്ങിന്റെ ഉള്ള സ്വിമ്മിംഗ് പൂള്. അതെ, ഒരു ദിവസം കൊണ്ടൊന്നും തീരില്ല ഗൈസ് ഇവിടെ കറങ്ങി കഴിഞ്ഞാല്. മീനിന്റെ ഇവിടെ കണ്ടേ ഫാനൊക്കെ ഉണ്ട്. ഫാൻ മീനാ. സവാരി ചെയ്യണം ഗൈസ്. പാർക്കിലെത്തി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളിത് പാർക്കിലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് ഓരോന്നായിട്ട് കാണാൻ പറ്റും. കണ്ടോ ഗൈസ്, ഇവിടെ നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് വ്യൂ കാണാൻ പറ്റും അല്ലേ. കുളം ഒക്കെ കറക്റ്റ് ലൈറ്റ് ഇട്ട് കറക്റ്റ് കാണാൻ പാകത്തിന്. ബോട്ട് റൈഡും ഉണ്ട് കേട്ടോ. ഇവിടെ പാർക്കിലേക്കാണ് കേട്ടോ. കണ്ടോ ഗൈസ്, ഇതിനകത്ത് നമുക്ക് ഇങ്ങനെ ഊഞ്ഞാലാണ്. കണ്ടോ അങ്ങോട്ടും ടൈപ്പ് റൈഡുകളുണ്ട്. അതിനകത്തിരുന്ന് നമുക്ക് പറക്കാട്ടോ. തോണിയല്ലേ. കൊറേ റൈഡുകളുണ്ട്. പഞ്ചവർണ്ണക്കിളികളൊക്കെ ഒത്തിരി പക്ഷികൾ വരുന്നുണ്ട്. അന്ന് വരുമ്പോ ഇതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ തന്നെ ഞാൻ ഓർത്തത് എന്താ സംഭവം. അത് കയറും കൊണ്ട് കെട്ടി വെച്ചിട്ടുണ്ടോ. ഓ അടിപൊളി. കണ്ടോ ഗൈസ്, കേറാം. കറങ്ങാൻ വേണ്ടി പോണേ. എടാ ഫോൺ പിടിച്ചോട്ടോ. അമ്മേ നോക്കാല്ലേ ഞാൻ തെറിക്കില്ല. ഇത് തുറക്കണോ? ഫുള്ള് ഷൂട്ട് ചെയ്യണമെങ്കിൽ വാവ് ഗായ്സ്, ഇനി ഞാൻ ഇതിന്റെ ഉള്ളിൽ കയറാൻ വേണ്ടി പോവാണ്. അമ്മേ അയ്യോ കുഴപ്പമില്ല. വാവ് ഗായ്സ്, ഞാൻ ഇവിടെ ചമ്പരം പഠിച്ചിരുന്ന് കേട്ടിട്ടോ. നോക്കൂ ഗായ്സ്, വാവ്. ആരുടെ റെഡി ഗായ്സ്. ഞാൻ ഇതിന് കറക്കുന്ന പോലെയാണ് ഇതിന് കറങ്ങാൻ വേണ്ടി പോകുന്നതാണ് അവർ പറഞ്ഞത്. ഉരുട്ടണോ? എടാ ഉരുട്ടാ വേണോ? വരി പറഞ്ഞുതരാ ബാ. അപ്പൊ നമ്മളും ഇതിനനുസരിച്ച് ഉരുളുവോ? അപ്പൊ പങ്കന്റെ എൻട്രി ഇല്ലാതെ ഗൈസ് നമുക്ക് പറ്റില്ല കേട്ടോ. ഇത് ഇപ്പഴേ ഇത് ഡിജി ആക്ഷൻ 4. നീ കൊണ്ടുവന്നോ? നിങ്ങളിനി ഉരുളാൻ പോകുന്നത്
മുമ്പോട്ട് തള്ളു. മുമ്പോട്ടേക്കാ നടന്ന് പോ. നടന്നാ മതിയെന്ന്. രണ്ടാൾ ഒരേ മാതിരി നടക്ക്. കോൺഫിഡന്റ് ആയിട്ട് കേറി നടക്ക്. കോൺഫിഡന്റ് ആയിട്ട് പിടിച്ച് നടക്ക്. രണ്ട് കൈയും വിടർത്തി കാല് വിടർത്തി വെച്ച് നടക്ക്. അതന്നെ. രണ്ടുപേര് എഴുന്നേറ്റ് വെക്ക്. ഷൂട്ട് ചെയ്താ ഇവരെ കാണണ്ടേ? അത് തന്നെ. കോൺഫിഡന്റ് ആയിട്ട് രണ്ടുപേരും കാല് സ്പ്രെഡ് ചെയ്ത് വെച്ചെടുത്ത് ആ കറങ്ങ്. ഒരേ മാതിരി തള്ളു. നിങ്ങൾ സ്പീഡാവണം. രണ്ടാൾ സ്പീഡാവണം. ഒരേ മാതിരി. ഇങ്ങോട്ട് തിരി. ഇപ്പുറത്തേക്ക് തിരി. സ്പീഡ് അവിടെ നടക്കും. വീണ്ടും വീണു. കോൺഫിഡന്റ് ആണെങ്കിൽ നല്ല സ്പീഡ് കാണും. സ്പീഡിൽ ഓടണം. സ്പീഡ് ആവുന്നതിനനുസരിച്ച് നിങ്ങൾ ഓടണം. സ്പീഡിൽ ഓടണം. അത് വീഴാൻ പാടില്ല. രണ്ടാളും വീഴരുത്. അതാണ്. വീണ എത്തി പിടിക്കണം. മതിയായോ? മതിയായില്ലേ? ഇറങ്ങണമെങ്കിൽ നിങ്ങൾക്ക് ഇറങ്ങണമെങ്കിൽ ഇറങ്ങാം. എടുക്കട്ടെ. അതന്നെ. എടാ കുഞ്ഞാറ്റി അതെ കമോൺ. അതാ നല്ല എക്സസൈസ് ആണ്. രാവിലെ നമ്മൾ ചെയ്യണ്ട. വർക്കൗട്ട് ചെയ്തേക്കാണ് ഞാൻ. കാല് കൊടുക്കാൻ നോക്കണേ. പുറത്തേക്ക് വീഴും. എന്തൊക്കെയായിരുന്നു. അതെ മല്ലയുദ്ധം നല്ല നാളെ സൂപ്പർ ആയിരിക്കും. അപ്പൊ പലകുന്നു പകല് വരുവായിരുന്നു കുറച്ചും കൂടി. എനിക്ക് തൊണ്ടാന്ന് പറഞ്ഞ സാധനം കഴിച്ചില്ല. ബേഗ് കുടിച്ചേ എന്റെ കാഴ്ച ഒന്നും പറയണ്ട. സൂപ്പർ വൈബായിരുന്നു കേട്ടോ. കണ്ടപ്പോ മനസ്സിലായി നല്ല വൈബായിരുന്നു. ക്യാമറ ആരെടുക്കും? എന്നിട്ട് വേണം ഞാനും വേർത്ത് വിളിച്ച് പുറത്തിറങ്ങാൻ. കൊട സ്നേക്ക് ഒക്കെ ഉണ്ടല്ലേ? ഈ സ്നേക്ക് അവിടെ വൈറ്റ് സ്നേക്ക് ആണോ? അപ്പൊ സ്നേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അടുത്ത അതിന്റെ അടുത്തേക്ക് പോകാം. ഇതിൽ കുറെ ഐറ്റംസ് ഉണ്ട്. ഇതല്ലേ നോക്കുന്നെന്തിനാ എന്നെ കടിക്കുവോ? ഒരു കൈ വെച്ചു. കേറ്
വളയൊക്കെ ഉണ്ട് കേട്ടോ. അല്ല വളയല്ല, പാദസരൊക്കെ ഉണ്ട്. നഖം കാണുമ്പോ എനിക്കൊരു ഭയം. പേടിയില്ല, ഭയമുള്ളൂന്ന്. ഞാൻ ആവി എടുത്തെന്ന് മനസ്സിലായി, അതുകൊണ്ട് എനിക്ക് വീശി തരുന്നു. അവിടെ ഒത്തിരി അയ്യോ എന്നെ മോൻ കടിക്കൂ. ഇല്ലില്ല ഞാൻ ധൈര്യശാലിയാണ്. അതെ അതെ. പേരെന്താ? ലക്കി ലക്കി എന്നാണ് പേര്. ലക്കി നമുക്ക് ലക്കി എന്നുള്ളൊരു ഡോഗ് ഉണ്ടായിരുന്നു. ഞാൻ തൊട്ടാ എന്ത് ചെയ്യോ? ഇല്ല ഗൈസ്, നമ്മളൊന്നും ചെയ്യില്ലെന്നാണ് പറഞ്ഞത്. നഗ ഇറക്കുന്നുണ്ട്. ഇറങ്ങിയതുകൊണ്ട് എനിക്ക് ശീലാണ്. കണ്ടോ, നമ്മുടെ ലക്കിക്കുട്ടീനോടെയാണ് ഞാനിപ്പോൾ ഉള്ളത്. നോക്ക്, തൊട്ട് വെക്കടാ, തൊട്ട് വെക്ക്. നോക്കുന്നുണ്ട്. എനിക്ക് പേടൊന്നുമില്ല കേട്ടോ. അയ്യോ പെട്ടു പെട്ടു പെട്ടു. തീറ്റ കൊടുത്ത് നോക്കാൻ വേണ്ടി പോവാണ്. അയ്യോ ഓക്കെ ഗൈസ്, പറഞ്ഞു പോകുന്നല്ലേ. കൈ കാണിക്ക് ഒരു മിനിറ്റ്. എന്താ ഗൈസ്, സൺഫ്ലവർ സീഡാണ് കേട്ടോ. അങ്ങനെ എങ്ങനെയാ? അങ്ങനെ കാണിച്ചു. വരും വരും വരും. അപ്പൊ കുഞ്ഞാച്ചി കിളിമാനായി. കിളി രാജാവ്. ഇപ്പൊ പുതിയ രാജാവ് അൺലോക്ക്ഡ് ഗൈസ്. ഇത് ഞാനാണ് കിളി രാജാവ്. കൈ കാണിച്ചു. ഗൈസ് കണ്ടോ? തലയാണ് ഇഷ്ടമായത്. മറ്റേ കിളിരാജ്ഞിയായി. തുടക്കത്തിന്റെ ടൈം ആയതുകൊണ്ടല്ലേ. എന്റെ കയ്യിലും കുറച്ച് പേര് കഴിക്കുന്നുണ്ട് കേട്ടോ. ഇത് നിലത്തുണ്ട്. ഇത് വാവാത്തേനെ തിന്നുന്നുണ്ട് കേട്ടോ. അയ്യോ നല്ല രസം കേട്ടോ ഗൈസ്. എനിക്കിത് ഭയങ്കര ഇഷ്ടായി. ഹലോ കണ്ടോ ഗൈസ്, വാവാറ്റ കിളി. അപ്പൊ കിളി രാജാവായി ഗൈസ്. അപ്പൊ ഗൈസ് പുതിയ രാജാവ് അൺലോക്ക്ഡ് കിളി രാജാവ്. എടുത്തോ പോരാ. ഗൈസ്, അപ്പൊ ഞാനാണ് കിളി രാജാവ്. എന്നെ ഇഷ്ടമായത് രാജാവിനെ വിട്ട് പോകണ്ടെന്നാണ് ഭയങ്കര ഇഷ്ടമായിട്ട് ഇവർക്ക്. മര്യാദക്ക് കഴിക്കാൻ തൊടാൻ പാടില്ല. അവത്തിനെ പിടിച്ചെടുക്കും ഗൈസ്. അത് ആദ്യം വെറുതെ ആരാണ് ഈ കൈ ഇങ്ങനെ കൂടെ വെക്കുക. ഞാൻ വെക്കുന്ന കാര്യം നോക്കിയോ. ഇങ്ങനെ കൈ വെക്കുക. ഇതുണ്ടോ? ഒന്നും നോക്കണ്ട, അത് അന്തസ്സായിട്ട് വെച്ചോ. വെറുതെ കൈ വെച്ചാൽ തീറ്റ വെറുതെ ഇങ്ങനെ മുറുക്കി പിടിച്ചോ. ഓക്കെ ഗൈസ്, തീറ്റ മുറുക്കി പിടിക്കാൻ പോണേ. അതില്ലോ ഇതില്ലേ അതില്ലോ. ആ ഓക്കെ. ശരിയാണേ. 1 2 3 ഗോ. കൊണ്ടോ. അയ്യോ കുറച്ച് ദിവസം ഭയങ്കര സ്നേഹമുള്ള കേട്ടോ. കൈ മുക്കിട്ട് പയ്യെ തുടങ്ങി. ജസ്റ്റ് വെള്ളത്തിൽ നിന്ന് കുറച്ച് താഴെ അവിടെ നിന്ന് പിടിച്ചോ. തുറന്നു പിടിച്ചോ. എടുക്കരുത് പെട്ടെന്ന്. പതുക്കെ കാട്ടിട്ട് വെക്കുക. വീട് വെച്ചിട്ടുണ്ടേ. ഗായ്സ്, അതിൻ്റെ ഉള്ളിൽ കുഞ്ഞി ഉള്ള പന്നി ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടെ അപ്പുറത്താണതാ നല്ല അനുസരണമുള്ള ലക്ഷ്യാണ്. അതെ, വിശ്വാസമില്ല ആരെ. അയ്യോ അത് കടിക്കുവോ? എന്നാ എനിക്ക് പിടിക്കണം.
ഗൈസ് ഒരു മിനിറ്റ്. അയ്യോ പാവം. അയ്യോ ഗൈസ് പോസ്റ്റ് ഹായ് ഹലോ ഗൈസ് ഓടി വരുന്നില്ല. ഇല്ലല്ല പേടിയൊന്നുമില്ല അല്ലേ, നമുക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ലല്ലോ. ഓ എന്റെ ദൈവമേ, എന്നെ എന്തൊരു ചെയ്യുവോ? അയ്യോ അങ്ങനെ വിളിച്ച് തടവി കൊടുത്താൽ ആണോ? ഗൈസ് എനിക്ക് തടവുന്നതാണ് ഇഷ്ടം എന്നാണ് പറയുന്നത്. കിട്ടോ ഒന്നുമില്ല, കടിക്കും. ഒന്നും ചെയ്യില്ല, കടിക്കാതെ. എടുക്കാൻ ശ്രമിച്ചിട്ടില്ല. കണ്ടോ കണ്ടു. ഇവനെന്താ തിന്നുന്നേ? മത്തൻ ക്യാരറ്റ് ഒക്കെ തിന്നാം. അപ്പൊ നമുക്ക് വളർത്താൻ പറ്റൂടാ. അടിപൊളിയാണ് കേട്ടോ. ഹായ് നോക്കടാ, പാവടാ, മോസ്റ്റ് സ്നേഹമുള്ള ആളാണെന്നാണ് അത് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഉമ്മ കൊടുക്കാം. നല്ല തണുപ്പുണ്ട് ഗൈസ്. ലിപ്സ്റ്റിക് ആക്കി ഗൈസ്. അയ്യോ വേണ്ട, കൊടുക്കാലോ. ഇതാ എടുത്തു ഗൈസ്. മോസ്റ്റ് നാഗമൊക്കെ ഉണ്ട് കേട്ടോ. എന്റെ കയ്യിൽ വേണ്ട. ഓന്തരാജനും കഴിഞ്ഞു. എന്റെ കയ്യിൽ പോകണം. ഗൈസ് അവനെ കൂട്ടി കൂട്ടിയിടാൻ പോവാണേ. ഗൈസ് ഇവിടെ മുള്ളമ്പന്നിയോ? മുള്ളമ്പന്നിയോ? എന്താണ് മുള്ളമതിയോ? ഹായ് കാണുമ്പോടാ കൈ കൊടുക്കുക. അയ്യോ എനിക്ക് പേടിയാ. ഇങ്ങനെ ഇരിക്കുള്ളൂ ബോള് പോലെ. ആ പറക്കുന്ന മത്സരമാണോ? അല്ലല്ല, അയ്യോ ഇത് കടിക്കുവോ? ഒന്നും ചെയ്യില്ല. ഇതിന്റെ മുള്ള ഇതിന്റെ മുള്ളാണത്. അയ്യോ 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 മുള്ളാണല്ലോ. ദൈവമേ അയ്യോ ഭയങ്കര ക്യൂട്ടാണ്. ഇങ്ങനെ പിടിച്ചത് കുട്ടിമണിയല്ലേ? ഇവനെന്താ തിന്നുന്നേ? ആണോ? ആ ബിരിയാണി. ബിരിയാണി ഇവരൊക്കെ നമ്മള് കഴിക്കുന്ന ഫുഡാ കഴിക്കുന്നേ, അതുകൊണ്ട് കുഴപ്പമില്ല. അയ്യോ ഇവര് ചാടുവോ? പിടിച്ചോട്ടോ. പൂച്ചക്കൊക്കെ കൊടുക്കുന്ന തീറ്റല്ല. നോക്ക് ഇവരുടെ മേത്ത് ശരിക്കുള്ളത് മുള്ളു തന്നെയാണ് കേട്ടോ. ഇതുകൊണ്ട് പറ്റിയത് മുള്ളാണോ പറ്റേ? നല്ല രസം കേട്ടോ. ആരും ട്രൈ ചെയ്യാണ്. നമ്മുടെ കൈ പാവം ഗൈസ്, മോസ്റ്റ് പാവാണ്. എന്തൊരു ക്യൂട്ടാണ് ഗൈസ്. അമ്മ എനിക്ക് പേടിയാവുന്നു. നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. നല്ല ഡ്രസ്സിലിട്ട് മുഖം നല്ല രസമുണ്ട്. കുട്ടിമണീനെ പോലെ കുട്ടിമണീന്റെ എന്റെ കാഴ്ച അടിപൊളി കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇതിനൊക്കെ കയ്യിലെടുക്കുന്നത് കേട്ടോ. അതിൻ്റെതായിട്ടൊരു ഇതുണ്ടാവും. കാര്യം നമ്മള് എല്ലാത്തിനെയും വളർത്തി ശീലായിക്കോളും. ഇനിയിപ്പോ സ്നേക്ക് എന്റെ കഴുത്തിലിരിക്കും ഇവനെ പോലെ. നമ്മൾ മോർണിംഗിന് വരുവാണെങ്കിൽ നമ്മൾ ഫുഡ് കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ എങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഇതിലേ ഇങ്ങനെ നിൽക്കും എന്നാണ് പറഞ്ഞത്. അല്ലേ ചേട്ടാ? കിളിമാനാവും. നമ്മളപ്പോ ശരിക്കും പക്ഷിരാജനാവും. ഞാനാണ് പക്ഷിരാജൻ, കളിയടക്കി പിടിച്ചിട്ടുള്ള പക്ഷിരാജൻ. അതോ ഞാൻ തിന്നുന്നുണ്ട് അടിപൊളി. ഒത്തിരി ബേർഡ്സ് ഉണ്ട് ഇവിടെ. അയ്യോ ദൈവമേ, പേടിപ്പിക്കില്ലേ. ഗൈസ് ഓണ്ടല്ലേ നമ്മുടെ പഞ്ചവർണ്ണത്തിന് ഫുഡ് കൊടുക്കാണ് ഗൈസ് കണ്ടോണ്ടിരിക്കുന്നത്.
അതല്ലേ ഫുഡ് കൊടുക്കാണ് കേട്ടോ. ഫുഡ് കഴിക്കാൻ കേട്ടോ. അവിടെ രണ്ടുപേരുണ്ട്. ഗായ്സ് ഇവിടെ 2 ആൾക്കാരിട്ടുണ്ട്. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? നമ്മളെ ഏട്ടത്തലേനെ പോലെ ഉണ്ടല്ലേ കാണാൻ? അയ്യോ, പാമ്പ് മച്ചാന്റെ ഒരു കുറവുണ്ട്. അതന്നെ സ്നേക്ക് നെക്സ്റ്റ് ടൈമാണ് വരുള്ളൂ എന്നാണ് പറഞ്ഞത്. നെക്സ്റ്റ് ടൈം വരുമ്പോ സ്നേക്കിനെ കാണാം. ഇതിലെ കൂടെ ഫുള്ള് നമ്മുടെ ബേർഡ്സ് ആണ് കേട്ടോ. ഗൈസ് ഇവിടെ നമുക്ക് സ്പാ ചെയ്യാം. നൈസ് ഞരമ്പിളകി ഇല്ലാതാവും ഞാൻ. മീനുണ്ടാവില്ല ഗൈസ്. ഗായ്സ് ഇപ്പൊ രാത്രി ആയതുകൊണ്ട് തന്നെ ഒന്നും കറക്റ്റ് ആയിട്ട് കാണുന്നുണ്ടല്ല. നമ്മൾ രാവിലെ വരണം. ഇതൊക്കെ കാണണമെങ്കിൽ നമ്മൾ ശരിക്കും പകലാണ് വരുന്നത്. മാത്രം വരുമ്പോ നൈറ്റും. അതന്നെ ഇവിടെ എന്താ പറയാ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവും നമ്മൾ തീരെ പ്രതീക്ഷിച്ചില്ല ഗൈസ്. അൺഎക്സ്പെക്ടഡ് ആയിരുന്നു ഗൈസ്. അതന്നെ ഇനി വരുമ്പോ എന്ത് ചെയ്യാം, എല്ലാവരും മോർണിംഗിൽ വരാം കേട്ടോ. അതെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തായിട്ട് നമ്മള് മെയിൻ പരിപാടി നമ്മൾ വന്ന കാര്യം ശരിക്കും ഫിഷിങ്ങിനാണ്. ഫിഷിംഗിലേക്ക് പോകാം. നമുക്ക് നോക്കാം ആരൊക്കെ മീൻ പിടിക്കും ആരൊക്കെ മീൻ പിടിക്കില്ല. ഞാൻ പിടിക്കുമോ അതോ മീൻ എന്നെ പിടിക്കുമോ എന്ന് നമുക്കറിയില്ല. കുഞ്ഞാച്ചി മീൻ്റെ വായിലിരിക്കും ഗൈസ്. നേരത്തെ ഇരുന്ന പോലെ. നേരത്തെ ഇരുന്ന് സിമി എന്താ പറയാ എഡിബിൾ ആയിട്ടുള്ളതായിരുന്നു. ഞാൻ ആ ഈ ഊന്തിനെ ഞാൻ മുമ്പ് കയ്യിൽ വെച്ചിട്ടുള്ള പോലെ തോന്നുവാ. മുള്ളമ്പതിന്റെ പുള്ളി ഞാൻ ആദ്യം ഇവിടെ തൊടുന്നത്. മുള്ളമ്പതിനെ ഇഷ്ടമായി, പക്ഷേ എനിക്ക് മുള്ളമ്പതിനെക്കാട്ടും ഇഷ്ടം മറ്റേ സാധനമാണ് ഗൈസ്. എന്താ അവന്റെ പേരെന്താ, മങ്കേൻ തട്ടാങ്കിൽ ദേഷ്യമുള്ള ഒരാളുണ്ട് ഗൈസ്. നമ്മള് കാറിൽ നിന്ന് ഗോവിതൊക്കെ ആ CCTV ഉണ്ടാവും. അതിന് വേറൊരു പേരാ പറയാം, മുള്ളമ്പന്നി അല്ല. അതന്നെ ശരിക്കും ഇത് മുള്ളമ്പന്നീന്റെ വേറെയാണ്. ഇത് ശരിക്കും മുള്ളമ്പന്നി അല്ല. നോക്കുമ്പോ എടുക്കാനൊക്കെ പറ്റും. അതന്നെ. അയ്യോ ഈ വഴിയല്ല. ഓക്കേ വാ ലെറ്റ്സ് ഗോ ഗയ്സ്. നമ്മുടെ അങ്കിള് നമ്മളെ കൊണ്ടുപോയെല്ലാം നടന്നു വരുന്നുണ്ട്. അതെ. അപ്പൊ നമ്മൾ ഫിഷിങ്ങിനെ കൊണ്ട് പോവാണ്. അതെ ഗായ്സ്, അപ്പൊ ഞാൻ ഇനി ഫിഷിങ്ങും കൂടി ചെയ്യുന്ന വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഐ തിങ്ക് വലിയൊരു വ്ളോഗായി പോകുന്നതാണ് ഗായ്സ് എനിക്ക് തോന്നുന്നത്, അല്ലേ ബാബാറ്റി? അപ്പൊ ഞാൻ ഫിഷിങ് ചെയ്യുന്ന എന്ത് ചെയ്യാം, അടുത്തൊരു വ്ളോഗായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇതപ്പോൾ നമ്മുടെ പാർട്ട് 1 ആണ്. അപ്പോൾ പാർട്ട് 2 നമ്മുടെ ഫിഷിങ്ങിന്റെ ആണ് ഗായ്സ്. അപ്പോൾ വരും. അപ്പോൾ നോ ഗായ്സ്, നിങ്ങൾ ആരും കാണാൻ വേണ്ടി